ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അഗൈൻ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡുവൽ ബൂട്ട് എങ്ങനെ ഒരു കമ്പ്യൂട്ടറിൽ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഏത് വിൻഡോസ് ഉള്ള സിസ്റ്റം ആണെങ്കിൽ നിങ്ങൾക്ക് ലിനക്സ് ഡുവൽ ബൂട്ടായിട്ട് തിരഞ്ഞെടുക്കാം. ലിനക്സിൽ തന്നെ ഒരുപാട് ചോയ്സസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ലിനക്സിലെങ്കിൽ ഉബുണ്ടു തിരഞ്ഞെടുക്കുകയാണ് നല്ലത്. അല്ലെ നിങ്ങൾക്ക് ഏതെങ്കിലും പെൻ ടെസ്റ്റിങ് ഹാക്കിങ് സംഭവങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ കാളി ലിനക്സ് എടുക്കുകയാണ് നല്ലത്. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് കാളി ലിനക്സിനെ കുറിച്ചിട്ടാണ്. റൈറ്റ്, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് വേണം? നമുക്ക് നമ്മുടെ ഡിസ്ക് പാർട്ടീഷൻ ചെയ്യണം. അതിന് ഈ വിൻഡോസിൻ്റെ ലോഗോ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ഡിസ്ക് മാനേജ്മെൻറ്റ് എടുക്കുക. റൈറ്റ്, ഇവിടുന്ന് നമുക്ക് നമ്മുടെ കുറച്ച് പാർട്ടീഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഷ്രിങ്ക് വോളിയം കൊടുക്കുക. ഷ്രിങ്ക് വോളിയം കൊടുത്തിട്ട് നിങ്ങൾക്ക് എത്ര MB ആണോ എത്ര GB ആണോ വേണ്ടത് അത്രയും GB നമുക്ക് ഫ്രീ സ്പേസ് ആയിട്ട് കിട്ടണം. ഓക്കെ, അപ്പോൾ അത്ര GB കണക്കാക്കിയിട്ട് അതിലടിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രൗസറിൽ പോകാം. ഓക്കെ, ഷ്രിങ്ക് വോളിയത്തിൻ്റെ വന്നിട്ടുണ്ട്. നമുക്ക് GB to MB ഉള്ളത് കൊടുക്കാം, കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണത്. ഓക്കെ, നിങ്ങൾക്ക് എത്ര GB ആണോ വേണ്ടത് അത്രയും GB ഇവിടെ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഒരു 300 GB വേണമെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് കോപ്പി ചെയ്യാം, എത്ര MB ആണെങ്കിൽ അത്ര MB ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഷ്രിങ്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്രയും MB എത്രയും GB നമുക്ക് ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട്. 292.97 GB നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫയൽസും കാര്യങ്ങളൊക്കെ ഈ 172.22 GB പോയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? ഒരു ഏത് ഡിസ്ട്രോ ആണോ അതായത് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ നിങ്ങൾക്ക് ഡുവൽ ബൂട്ടായിട്ട് വേണ്ടത് ആ ഡുവൽ ബൂട്ടിൻ്റെ ISO ഫയൽ നമുക്ക് വേണം. റൈറ്റ്, അപ്പോൾ നമുക്ക് ബ്രൗസറിൽ പോയിട്ട് ഇപ്പോൾ കാളി ലിനക്സ് ആണ് ഞാൻ ചെയ്യുന്നത്. കാളി ലിനക്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ബ്രൗസറിൽ. അതിൻ്റെ കാളി .org പോകാം, ഡൗൺലോഡ് കൊടുക്കാം. അതിനുശേഷം കാളി ലിനക്സ് 64 ബിറ്റ് കൊടുക്കാം. അത് ക്ലിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് പോപ്പപ്പ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഞാൻ ഓൾറെഡി അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ഒരു പെൻഡ്രൈവ് എടുക്കുക. എത്ര GB ആണോ നിങ്ങളുടെ ISO ഫയൽ എന്നുള്ളത് നോക്കിയിട്ട് അതിനേക്കാൾ കൂടുതലായിട്ടുള്ള GB ഉള്ള ഒരു പെൻഡ്രൈവ് എടുക്കുക. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാം. പവർ ISO തുറക്കാം, റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുത്തിട്ട് പവർ ISO തുറക്കുക. ഓക്കെ, ഓക്കെ, ടൂൾസിൽ പോവാം. നമുക്ക് ക്രിയേറ്റ് ബൂട്ടബിൾ USB ഡ്രൈവ് എന്നുള്ളതുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യാം. ഓക്കെ, ഫയൽസിൽ പോവാം. അതിനുശേഷം നിങ്ങളുടെ ഈ ISO ഫയൽ എവിടെയാണ് അത് അവിടെ പോയിട്ട് അത് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തതിൻ്റെ ശേഷം സ്റ്റാർട്ട് കൊടുക്കുക. അത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. സ്റ്റാർട്ട് കൊടുത്തതിൻ്റെ ശേഷം അത് കംപ്ലീറ്റ് ആവണ വരെ വെയിറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൽ മെസ്സേജ് പോപ്പപ്പ് വരും, ഓക്കെ കൊടുത്തിട്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ശേഷം നമുക്ക് നമ്മുടെ സിസ്റ്റം ക്ലോസ് ചെയ്യണം, മീൻസ് ഷട്ട് ഡൗൺ ചെയ്യണം. ആ USB സ്റ്റിക്ക് നമ്മുടെ സിസ്റ്റത്തിൽ വെച്ചിട്ട് തന്നെ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സിസ്റ്റം ഇനി നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. സിസ്റ്റം റീസ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ USB സ്റ്റിക്ക് അതിൽ തന്നെ വെക്കാൻ മറക്കരുത്. ആ USB സ്റ്റിക്കാണ് നമുക്ക് ബൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, ഓക്കെ, കാളി ലിനക്സിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഗ്രാഫിക്കൽ ഇൻസ്റ്റാൾ കൊടുക്കാം. ഓക്കെ, ഇംഗ്ലീഷ് കൊടുത്തു. നമ്മുടെ യുവർ ലൊക്കേഷൻ അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം, ഇന്ത്യ കൊടുക്കാം, ഏത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇന്ത്യയിലത്തെ ടൈമും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ഞാൻ ഇപ്പോൾ തൽക്കാലത്തിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കൊടുത്തു. എൻ്റെ കീബോർഡ് അമേരിക്കൻ ഇംഗ്ലീഷ് കൊടുത്തു. ഓക്കെ, ഇതൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാവുന്നതാണ്, അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. റൈറ്റ്,
ഓക്കെ, മറ്റേ നമ്മുടെ നെറ്റ്വർക്ക് എല്ലാവരും സെർച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്തർനെറ്റ് ആണെങ്കിൽ അത് കൊടുക്കാം, അതായത് കേബിൾ വഴിയാണെച്ചെങ്കിൽ അത് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. കണ്ടോ, ഫസ്റ്റത്തെ. രണ്ടാമത്തത് VLN0, അത് എൻ്റെ വയർലെസ് ആണ്, അത് കൊടുത്തു. നിങ്ങൾ ഏതാണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റത്തെ എൻ്റെ അത് കൊടുത്തു. അതിന് ശേഷം എൻ്റെ പാസ്വേഡ് കൊടുക്കണം. ഓക്കെ, എൻ്റെ പാസ്വേഡ് കൊടുത്തു. നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഹോസ്റ്റ് നെയിം നമുക്ക് വേണമെങ്കിൽ അടിക്കാം, നിങ്ങൾക്ക് ഒരു പേരടിക്കാം. അത് നമ്മുടെ നെറ്റ്വർക്കിൽ, നമ്മുടെ സിസ്റ്റം നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യുന്നൊരു പേരാണ്. നിങ്ങൾക്ക് ഏത് പേര് വേണമെങ്കിലും അടിക്കാം, നിങ്ങളുടെ പേര് വേണമെങ്കിൽ നിങ്ങളുടെ പേര് അടിക്കാം. ഇപ്പോൾ ഡൊമൈൻ നമുക്ക് ഇല്ല, അതുകൊണ്ട് തന്നെ അത് ബ്ലാങ്ക് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കൊടുക്കാം. നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ഏത് പേരാണോ വേണ്ടത് ആ പേര് കൊടുക്കാം. ആ പേര് തന്നെ യൂസർ നെയിമായിട്ടും ചെയ്യാം. അതിനുശേഷം ഒരു പാസ്വേഡ് നമുക്ക് സെലക്ട് ചെയ്യാം. റൈറ്റ്, സെയിം പാസ്വേഡ് തന്നെ വീണ്ടും അടിച്ചു കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു. ഇതിപ്പോൾ അമേരിക്ക കൊടുത്തുകൊണ്ട് നമ്മുടെ ടൈം സോൺ ഏതാണെന്നുള്ളത് അവർ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യ കൊടുത്തിട്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ടൈം സോൺ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ അരിസോണയിലുള്ള ടൈം സോൺ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഇവിടെയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെയാണ് പാർട്ടീഷൻ്റെ ഭാഗം. നമുക്കിപ്പോൾ ഈ ഫുൾ സ്പേസ്, അതായത് വേണമെങ്കിൽ ഈ ഗൈഡഡ് എന്നുള്ള സാധനം ലാർജസ്റ്റ് കണ്ടിന്യൂ ഫ്രീ സ്പേസ് എടുക്കാം. റൈറ്റ്, ഇപ്പോൾ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഏത് ഫ്രീ സ്പേസ് ആണ് അവിടെ നമ്മുടെ സിസ്റ്റത്തിലുള്ളത് അവിടെ ഇത് ഇൻസ്റ്റാൾ ആവും. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാനുവലായിട്ട് കൊടുക്കാം. റൈറ്റ്, മാനുവലായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളതിൽ കണ്ടോ ഫ്രീ സ്പേസ് ഉള്ളത് 314 GB, 314.6 GB ഫ്രീ സ്പേസ്. ഓക്കെ, അപ്പോൾ അതിലാണ് അപ്പോൾ ഓൾറെഡി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. നമുക്ക് ഈ സംഭവം നോക്കി നോക്കാം. ഓക്കെ, 313.5 GB നമ്മുടെ സ്റ്റോറേജും 1 GB സ്വപ്പ് പാർട്ടീഷനായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതായത് പാർട്ടീഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പാർട്ടീഷനാണ് വേണ്ടെങ്കിൽ, മീൻസ് ആ ഫ്രീ സ്പേസ് അല്ല വേറെ ഫ്രീ സ്പേസിലാണ് ചെയ്യേണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അൺഡു ചേഞ്ചസ് ടു പാർട്ടീഷൻ കൊടുത്തിട്ട് മാനുവലായിട്ട് നിങ്ങൾക്ക് പാർട്ടീഷൻ ചെയ്യാം. ഓക്കെ, അതല്ല നിങ്ങൾക്ക് ഇത് തന്നെ മതിയെങ്കിൽ ഫിനിഷ് പാർട്ടീഷൻ ആൻഡ് റൈറ്റ് ചേഞ്ചസ് ടു ഡിസ്ക് എന്നുള്ളത് കൊടുക്കാം. റൈറ്റ്, ഇത് ലാസ്റ്റിൽ. അതിനുശേഷം യെസ് കൊടുക്കാം. യെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലാർജ് പാർട്ടീഷൻ്റെ ഭാഗം ഫോർമാറ്റ് ചെയ്യപ്പെടും. അതിനുശേഷം ഇതിൻ്റെ ഫയൽസ് എല്ലാം അതിൽ റൈറ്റ് ചെയ്യും. ഓക്കെ, ഇത് കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ സിസ്റ്റം ക്ലോസ് ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാർജ് ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ സെലക്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾ ഏതൊക്കെ സോഫ്റ്റ്വെയർ ആണോ അതൊക്കെ സെലക്ട് ചെയ്ത് വെക്കാം. ഞാൻ ഇപ്പോൾ ഡിഫോൾട്ടായിട്ടുള്ള എക്സ്പേസ് ആണ് സെലക്ട് ചെയ്യണത്. നമുക്കത് തന്നെ തൽക്കാലത്തിന് മതി. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതൊക്കെ മാനുവലായിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഇൻസ്റ്റാളേഷനൊക്കെ കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷം നമുക്ക് പിന്നെ എപ്പോഴേലും വേണമെന്നെങ്കിൽ അപ്പോൾ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സിസ്റ്റം ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൂട്ട് ലോഡർ നമ്മുടെ പ്രൈമറി ഡ്രൈവിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ,
ഓക്കെ, ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ USB ഡ്രൈവ് സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ലോഗിൻ സ്ക്രീൻ ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാം വിൻഡോസും കാളി ലിനക്സും കാണാം. അതിൽ കാളി ലിനക്സ് ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ യൂസർ നെയിം പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ആയി വരും. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഫസ്റ്റ് ബൂട്ടാണ്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വിൻഡോസിലുള്ള സ്റ്റോറേജ് ഇതിൽ കാണാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് മൗണ്ട് ചെയ്യാവുന്നതാണ്. മീൻസ് നിങ്ങൾക്ക് വിൻഡോസിലുള്ള ഫയൽസ് എല്ലാം വേണമെങ്കിൽ ഇതിൽ കൂടെ ആക്സസ് ചെയ്യാം. കണ്ടോ, നമുക്കവിടെ മൗണ്ട് ചെയ്യാവുന്നതാണ്. മൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാളി ലിനക്സിൻ്റെ പാസ്വേഡ് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിലത്തെ ഫയലുകളൊക്കെ ആക്സസ് ചെയ്യാവുന്നതാണ്. റൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഓൾ അപ് ടു യു. റൈറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ.
ഓക്കെ, ഇപ്പോൾ നമ്മുടെ ലോഗിൻ സ്ക്രീൻ ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാം വിൻഡോസും കാളി ലിനക്സും കാണാം. അതിൽ കാളി ലിനക്സ് ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ യൂസർ നെയിം പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ആയി വരും. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, ഫസ്റ്റ് ബൂട്ടാണ്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വിൻഡോസിലുള്ള സ്റ്റോറേജ് ഇതിൽ കാണാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് മൗണ്ട് ചെയ്യാവുന്നതാണ്. മീൻസ് നിങ്ങൾക്ക് വിൻഡോസിലുള്ള ഫയൽസ് എല്ലാം വേണമെങ്കിൽ ഇതിൽ കൂടെ ആക്സസ് ചെയ്യാം. കണ്ടോ, നമുക്കവിടെ മൗണ്ട് ചെയ്യാവുന്നതാണ്. മൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാളി ലിനക്സിൻ്റെ പാസ്വേഡ് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിലത്തെ ഫയലുകളൊക്കെ ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഓൾ അപ് ടു യു. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ.